ഇത് പറഞ്ഞ അടുത്ത 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 തമാശ ഇതെല്ലാം ഇങ്ങനെ അതാ കണ്ട ഇത് കേറി വരുന്നേ കണ്ടോട്ടാ അവിടുന്ന് അതോ അവിടുന്ന് കിടക്കുന്നത് ഇങ്ങോട്ട് ഇതെങ്ങനെയുണ്ട് താടി പഠിച്ചിട്ട് മീശ മാത്രം വെച്ചേക്കുന്നത്? ഇതാണോ നല്ല? അത് താടി വയ്ക്കുന്നതാണോ? ഇതാണ് നല്ലത്. സത്യമായിട്ടും എന്താ പറയുന്നത്? അതുവേ എന്താ പറയുന്നത്? പറയുന്ന പോലെ നമ്മള് ചെയ്യും. പറഞ്ഞേ രാത്രി വരെ ഊമയാണ്. എടുത്ത് കായലിലോട്ട് ഇട്ടേ. ഇങ്ങോട്ട് പോ. കുറച്ച് സമയം എടുക്കും ആക്റ്റീവ് ആവാൻ. വൈകിട്ട് ഞങ്ങള് നടക്കാനും വീഡിയോ എടുക്കാനും എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നേടാ. നമ്മളൊരു ചാനൽ തുടങ്ങാന്നൊക്കെ തീരുമാനിക്കുന്നു. അതെ, തീരുമാനിക്കുന്നില്ല, എങ്ങനെയാടി പറയുന്നത് എന്ന് വിചാരിക്കുന്നു. അതെ, ചില സമയത്ത് വാക്കുകൾ മറന്നു പോകും. നിന്റെ അഭിപ്രായം എന്തുവാ? തുടങ്ങാനോ? വ്യൂസ് വല്ലതും കിട്ടുവാടോ? നീ പറ, നിന്റെ അഭിപ്രായം പറ. ഒരുപാട് അഭിപ്രായമാണ് ദാണ്ട ഇപ്പൊ കാണുന്നത്. ഇങ്ങനെ എടുത്ത് എറിയണോ? പറയടാ, വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനത്തെ വീഡിയോസ് എടുക്കണം? നീ ചുമ്മാ പറ, നീ എങ്ങനത്തെ വീഡിയോസ് കാണുന്നത്? അവരിപ്പോ പുതിയ വീട് വെച്ചെടുക്കാനുള്ള പൈസയൊന്നും ഇല്ലടാ. നമുക്ക് പഴയ വീട്ടിലൊക്കെ ഒതുക്കാൻ പറ്റുമോ? അവരിപ്പോ പുതിയ വീടൊക്കെ വെച്ചാ എന്താ ചലഞ്ച്? ട്രെൻഡിങ് ആയിട്ടുള്ള കാണുന്നവരെയൊക്കെ എന്തൊക്കെ ചലഞ്ചാടാ ചെയ്യേണ്ടുള്ളത്? പിള്ളേരാണോ ഇതിന്റെയൊക്കെ ഓഡിയൻസ്? പിള്ളേരാ. ഇതൊക്കെ ഓഡിയൻസ് പിള്ളേരാ? ആര് ഏറ്റവും ദൂരത്തെറിയുന്നു? ആദ്യം എറിയുന്നതിന്റെ കൂടെ അങ്ങ് പോവരുത്. ആദ്യമേ ഇറങ്ങാൻ എന്തൊരു പാടായിരുന്നു. വെള്ളം നനയ്ക്കാൻ പാടായിരുന്നു, കാല് നനയ്ക്കാനേ. ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് നിന്നാ. ഇവിടെ എത്തുമ്പോ ആഴം കൂടുതലാ. പണ്ട് ഇവിടെ വന്നിട്ട് കക്ക വാരിക്കൊണ്ടുപോയി കറി വെച്ച് കഴിച്ചിട്ടുണ്ടല്ലേ? 12 കക്കയാണ് അന്നുള്ള ഇവിടുന്ന് വായി. അതിന്റെ ഫോട്ടോ ഉണ്ട്, ഓർമ്മയുണ്ടോ? അങ്ങോട്ട് എറിയരുതാ. അവര് മറ്റേ ചൂണ്ട പിടിക്കുമല്ലേ, അപ്പൊ മീൻ ഞെട്ടിപ്പോയി.
വള്ളത്തിലൂടെ പോവുകയാണ്. ഇതൊക്കെ നീന്തറിയാവുന്നവരായിരിക്കുമോ? ഞങ്ങളെ ഇവിടെ വിളിച്ച് തിരക്കിയായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങള് ചോദിച്ചിരുന്നാലും തമന്ന് പോയാ എന്ത് ചെയ്യുമെന്ന്. അവരിറങ്ങി ഞങ്ങള് വരുന്നവരവിടെ അങ്ങനെ കിടന്നാൽ മതി. ഇവിടെ നല്ല ആഴമായിരിക്കും. പിന്നെ ഇവിടൊക്കെ ആഴമാണോ? ആദ്യമേ എപ്പോഴാണ് പെണ്ണ് കാണാൻ വന്നതിന്റെ അടുത്ത ദിവസം ഞാൻ ഇവിടെ വന്ന് കാണാൻ വന്നപ്പോ എന്നെ നിർബന്ധിച്ച് ബീച്ചുണ്ട്. നമ്മളെ മുക്കം ബീച്ച് എന്ന് പറയും. പോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയും. ഞങ്ങൾ മുക്കം ബീച്ച് എന്ന് പറയും. ഹിന്ദി വാലാസേ എന്തോ ദേ പശുമ്പ എന്തോ അവിടെ. നമ്മളെക്കാട്ടി സ്പീഡിൽ പോകുന്ന അയാള്. ഹൗ ഡെയർ യു. ഇവിടെ പണി തീർന്നു കഴിയുമ്പോൾ ഇവിടെ ഇനി ഫോറിനേഴ്സിന്റെ ബഹളമായിരിക്കും. ഇവിടുത്തെ പണി കഴിയുമ്പോഴേ ഇവിടെ പണ്ടത്തെ പോലല്ല മുക്കം. കേട്ടോ ഇരവിപുരംകാര, ഇവിടെ ഇപ്പൊ പോച്ച വരുന്നുണ്ട്. അതിനെന്ത് പറയുന്നേ? കയാക്ക് ചെയ്യുന്ന കയാക്കെന്നാണോ? അതെ അതെ. ചില സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല. അവര് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നയാ. ഇത് നല്ല രസമുണ്ടല്ലേ. മീമി, കോൻ മീമി. ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ വിചാരിച്ച ആമയെന്ന്. ഇതുണ്ടായിരുന്നു. വെള്ളമൊക്കെ നോക്കി നല്ല രസമുണ്ട്. നമ്മളിപ്പോ ഇറങ്ങും. നമുക്കില്ല അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ബോട്ടല്ലല്ലോ വള്ളം. ജീവനോടെ എല്ലാവരും അപ്പുറത്തെ സൈഡിലെത്തി. ഇനി നമ്മൾ ബീച്ചിൽ പോകുന്നത്. ഏത് ബീച്ചാടി? മുക്കം ബീച്ച്. അതേ ബീച്ച്, മുക്കം ബീച്ച്, എല്ലാ ബീച്ചും തന്നെ. പെട്ടെന്ന് വരണേ. ഇയാളില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ പോവും. 7 മണി വരെ ഉണ്ട്. സമാധാനപ്പെടും. ഇങ്ങനൊക്കെ പറയും. അയാൾ ചിലപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഇതുവഴി വന്നിട്ടുണ്ടോ? ഞാൻ ആ ബീച്ചിലോട്ട് പോയിട്ടുണ്ടോ? ഇതൊക്കെ പിന്നെ നാണം വന്നു. നമ്മള് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഏത് സൈഡിലോട്ട് പോകണമെന്നാ കൺഫ്യൂഷൻ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? പണ്ടല്ല ഞണ്ട്. ഞണ്ട് മതി മതി. ഞണ്ട് തിര വരുന്നു.
വേണോ അങ്ങനെ പോകരുത്, ഇതെന്തായാലും അടുത്തെത്തും എല്ലാരും. അതുകൊണ്ടാണ് നമ്മൾ കടലൊക്കെ കവിയുന്നത്. വലിയ ഞണ്ടൊക്കെ ഉണ്ടല്ലേ? അതാണ്ട വന്നാണ്ട മാത്രമേ ഉള്ളു. പോലെ പോലെ ഈ ബീച്ചിന്റെ പേരെന്താ? അല്ല, താനി ബീച്ച്. താനി ബീച്ച് എന്നാണ് ഗൂഗിൾ മാപ്പിൽ താനി ബീച്ച് എന്നാണ് നടക്കുന്നത്. കണ്ടാ പിള്ളേർക്കറിയാം എന്തൊരു ബീച്ചാടാ? താനി ബീച്ച്. താനി ബീച്ച്. മുക്കം ബീച്ച്. താനി ബീച്ച്. മുക്കം ബീച്ച്. താനി ബീച്ച്. മുക്കം ബീച്ച്. താനി ബീച്ച്. ഇത് താനി അല്ലല്ലോ ഇത്. താനി ബീച്ചാടി. താനി മറ്റേ റോഡ് എൻഡ് ചെയ്യുന്നതല്ലേ? റോഡ് എൻഡ് ചെയ്തു. നോ മോർ താനി. വള്ളത്തിലോട്ട് തിരിച്ചു പോവുകയാണ്. എന്തി ഗർഭിണി ആ ഓ ചിരിക്കുന്നത്. ഇത്ര നേരം ഒന്നും ഉണ്ടായിരുന്ന നീ പറഞ്ഞ ശരിയാട്ടാ. ഒരു 1-2 മണിക്കൂർ എടുക്കും. അയ്യോ അവിടെ അള്ളിപ്പിടി ചിരി മൊത്തം എന്റെ കയ്യിലോട്ടാ പോകുന്ന വെയിറ്റ്. ഓക്കെ, നമ്മളിപ്പോ തിരിച്ചു പോകാൻ പോവാണ്. ആളെ ഒരുപാടായി. അടുത്ത ഇതിൽ പോവാം. കുഴപ്പമില്ല, അടുത്തോട്ട് പോവാം. ആളൊരുപാടായി. ഇനിയിപ്പോൾ അടുത്ത റൗണ്ടിൽ തിരിച്ചു പോവാം. കാര്യം ചെയ്യും, എടുത്തോണ്ടങ്ങ് പോവാം. ഞാൻ എടുക്കാം, നീ വീഡിയോ എടുത്താൽ മതി. കേറുതുവാ ഈ പെണ്ണ്. ടാറ്റ. മുട്ടായി മാറ്റിട്ട് കൈ വെച്ച് കാണേരി. നല്ല വെച്ചത് കോട്ടയിൽ കയറാൻ പോകാം. പോട്ട് പോ. ശരി ടാറ്റാ. ഐസ്ക്രീമും കഴിച്ച് ചോക്ലേറ്റും കഴിച്ച് എന്നിട്ട് ടാറ്റയും തരാതെ പോയി. അവരെല്ലാം പോയി. ഇനി അവരുടെ ഡിസ്കഷൻസാണ്.